നമസ്കാരം. വെൽക്കം ടു ഡയമണ്ട് സ്പോർട്സ്. ഈസ്റ്റ് ബംഗാൾ വേഴ്സ് ഹൈദരാബാദ് മത്സരം ഈസ്റ്റ് ബംഗാൾ 2-0 ഹൈദരാബാദ് FC തോൽപ്പിച്ചിരിക്കുകയാണ്. ഈസ്റ്റ് ബംഗാളിൻ്റെ തുടർച്ചയായ മൂന്നാമത്തെ വിജയമാണിത്. അവർക്ക് 22 മത്സരങ്ങളിൽ നിന്നും 27 പോയിൻ്റ് ആയിട്ടുണ്ട്. 8ാം സ്ഥാനത്തേക്ക് ഈസ്റ്റ് ബംഗാളിന് കയറാനും സാധിച്ചു. ഈസ്റ്റ് ബംഗാളിൻ്റെ സെമി സാധ്യത ഈ വിജയത്തോടുകൂടി കുറച്ചുകൂടി വർദ്ധിച്ചിരിക്കുകയാണ്. മുൻ KBFC താരമായ മെസ്സി ബൗളിയുടെ മികച്ച അറ്റാക്കിങ്ങോടുകൂടിയാണ് ഈസ്റ്റ് ബംഗാൾ തുടങ്ങിയത്. അവസാനം വരെ ഉണ്ടായിരുന്നു. ഈസ്റ്റ് ബംഗാളിൻ്റെ മികച്ച ഡിഫൻസ് കൊണ്ട് അവസാന പകുതിയിലൊക്കെയാണ് അവർക്ക് ഗോൾ നേടാൻ സാധിച്ചത്. 85-ാം മിനിറ്റിലും 95-ാം മിനിറ്റിലുമാണ് അവർക്ക് രണ്ട് ഗോൾ നേടിയത്. മെസ്സി ബൗളി ഒരു ഗോൾ നേടിയിട്ടുണ്ട്. KBFC ജയിച്ചാലും KBFCക്ക് 24 പോയിൻ്റ് ആവും. പക്ഷേ ഗോൾ ആവറേജിൽ അപ്പോഴും ഈസ്റ്റ് ബംഗാൾ തന്നെയായിരിക്കും മുൻപിലായിരിക്കുക. രണ്ട് ടീമും 8ാം സ്ഥാനത്താവും. അവർക്കിനി മത്സരിക്കാനുള്ളത് നോർത്ത് ഈസ്റ്റുമായിട്ടാണ്, പിന്നെ ബാംഗ്ലൂരുമായിട്ടാണ്. ചെന്നൈയുടെ ഇന്നലത്തെ തോൽവിയോടുകൂടി KBFC 10ാം സ്ഥാനത്ത് നിന്നും 9ാം സ്ഥാനത്തേക്ക് നിലവിൽ താൽക്കാലികമായി കയറിയിരിക്കുകയാണ്. വരുന്ന ശനിയാഴ്ചയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരം. അത് ജയിച്ചാൽ മാത്രമേ കേരളത്തിന് സെമി സാധ്യത നേരിയ ഒരു സാധ്യതയുണ്ട്. എന്നിരുന്നാലും മറ്റു ടീമുകളുടെ പ്രകടനത്തെയും ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. മറ്റു ടീമുകളുടെ പ്രകടനം കഴിഞ്ഞ 2 ആഴ്ചയിലും അനുകൂലമായി വന്നപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് ജയിക്കാനും സാധിച്ചില്ല.